ഹലോ ഗായ്സ്, നിങ്ങളുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നല്ലേ? എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുമല്ലേ? ഓക്കെ. അപ്പോൾ ഈ നീറ്റിൽ നമ്മൾ ഏറ്റവും പേടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് വന്നു, ഈ വർഷത്തെ അപ്ഡേറ്റ്സുകൾ വന്നു അല്ലേ? അതായത് ആ സിലബസിൽ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പല കുട്ടികളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്, എങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ള കാര്യം. ബിക്കോസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് ഇതിനു മുമ്പ് പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ നമ്മളിത് പറയുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു 3 ഫാമിലീസ് ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ട്. ഏതാ? കഴിഞ്ഞ വർഷം വരെ. ഓക്കെ. പക്ഷേ അത് ഈ വർഷം NCERT എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു ഫാമിലി ആയിട്ട് ചുരുക്കിയായിരുന്നു. നമ്മുടെ സൊളാനേസിയ ഫാമിലി മാത്രം പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏതൊക്കെ ഫാമിലിയാണ് പഠിച്ചെന്ന് ആർക്കെങ്കിലും ആ പഴയ NCERT സിലബസ് ഉണ്ടെങ്കിൽ ആ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ലെഗുമിനോസിയ എന്ന് പറഞ്ഞൊരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ലിലിയേസി എന്നൊരു ഫാമിലി പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെയാണ് നമ്മുടെ സൊളാനേസി. അത് ഈ വർഷം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ഫാമിലീസ് പഠിക്കാനുള്ളിടത്ത് ഇപ്പം പുതിയ കുറച്ച് ഫാമിലീസ് കൂടി ആഡ് ചെയ്ത് വിട്ടേക്കാണ്. സൊളാനേസിയെ മാത്രം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസിച്ചിരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പുതിയ കുറച്ച് ഫാമിലീസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, ഈ സാധനങ്ങളൊക്കെ എന്തായിരിക്കും സാറേ പഠിക്കുക, എങ്ങനെയായിരിക്കും പഠിക്കുക എന്നുള്ള ചോദ്യം എല്ലാ കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്ന അതിനോട് കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞുതരാം. അതായത് സൊളാനേസിയ ഫാമിലിനെ കുറിച്ച് നമ്മൾ മോർഫോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റൂട്ട്, സ്റ്റെം ആൻഡ് ഫ്ലവർ, ലീഫ്, ഇതിൻ്റെ എല്ലാം ക്യാരക്ടേഴ്സ് അവിടെ ഒന്ന് എഴുതി പഠിക്കുന്നുണ്ട് അല്ലേ? അതിനകത്ത് നിന്ന് താരതമ്യേന ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എപ്പോഴും നീറ്റിന് ഇതിന് മുമ്പൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 ഫാമിലീസിൻ്റെ ഒരാളത്തിൽ ചിലപ്പോൾ ഫ്ലോറൽ ഡയഗ്രാം കൊടുത്തിട്ട് ഫ്ലോറൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറയും. ഇല്ലെങ്കിൽ ഈ സൊളാനേസിയ ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുല അത് താഴെ കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാൻ നീറ്റിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും ഫാമിലീസ് ആഡ് ചെയ്തപ്പോൾ ഈ വർഷം ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഒരു അഭിപ്രായം പറയാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് ദ ഫോളോവിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. അതായത് ഈ ഇത്രയും ഫാമിലീസിൻ്റെ പുതുതായിട്ട് ആഡ് ചെയ്ത ഫാമിലീസും പഴയ ഫാമിലീസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഫ്ലോറൽ ഫോർമുലയൊക്കെ അവിടെ എഴുതി വയ്ക്കും. എന്നിട്ട് ഇതൊന്നും മാച്ച് ദ ഫോളോവിങ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇല്ലെങ്കിൽ ഇന്ന ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുല ഏതാണ് എന്നായിരിക്കും ചോദിക്കുക. ഇല്ലെങ്കിൽ ഒരു ഫ്ലോറൽ ഡയഗ്രാം തന്നിട്ട് ഇത് ഏതിൻ്റെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും വരിക. അല്ലാതെ ഒരു പുതിയ രീതിയിൽ ഇതിൻ്റെ റൂട്ട്, സ്റ്റെം, ലീഫിൻ്റെ ക്യാരക്ടേഴ്സും ചോദിക്കാനായിട്ട് അങ്ങനെ കാര്യമായിട്ട് വരാൻ ഒരു ചാൻസും കാണുന്നില്ല. ബിക്കോസ് ഓൾറെഡി ഉള്ളതും തന്നെ അങ്ങനെ ചോദിക്കാറില്ല. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ആ ആഡ് ചെയ്തിരിക്കുന്ന ഫാമിലീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞുകൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ, സൊളാനേസിയെ മാത്രമായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. സൊളാനേസിയെ മാത്രമായിരുന്നു പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കണം നോക്കിയാൽ മാൽവേസിയെ എന്ന് പറഞ്ഞൊരു ഫാമിലി ആഡ് ചെയ്തേക്കുക. മാൽവേസിയെ. അപ്പോൾ ഈ മാൽവേസിയുടെ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രവും നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇനി അടുത്താണെങ്കിലോ ക്രൂസിഫെറ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസിക്കേസിയാണ്. ബ്രസിക്കേസിയെ അതായത് നമ്മുടെ മസ്റ്റാർഡ് ഇല്ലേ, മസ്റ്റാർഡ് ഫാമിലിൻ്റെ കാര്യം പറയുന്നത്. മസ്റ്റാർഡ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ NCERTയിൽ നമ്മളൊരു ഫ്ലോറൽ ഫോർമുല, ഫ്ലോറൽ ഡയഗ്രാം പഠിക്കാനായിട്ട് നമ്മളത് ട്രയൽ വരച്ച് പഠിക്കാനായിട്ടൊക്കെയായിട്ട് ഈ സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലേ? അപ്പോൾ അത് ഏകദേശം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് പുതിയ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് പുതിയ ഒരാളെ ഞാൻ ഇവിടെ ടിക്ക് ഇടാം. മാൽവേസിയെ പുതിയ ഒരാളാണ്. പിന്നെ ലെഗുമിനോസിയെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ സാധനം പഠിക്കാനുള്ളതായിരുന്നു. 2023 നീറ്റ് എക്സാമിന് വരെ ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. നമ്മുടെ NCERTയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ലെഗുമിനോസിയെ പഴയ ആളാണ്, അയാളെ പുതുതായിട്ട് നിങ്ങൾ കൂട്ടണ്ട. ഓക്കെ. ഇനി അടുത്തതാണ് കോമ്പോസിറ്റെ ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലി ആഡ് ചെയ്തേക്കുക. കോമ്പോസിറ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേറൊരു പേരുണ്ട്, അസ്റ്ററേസിയ എന്നൊക്കെ പറഞ്ഞ പേരുണ്ട്. ഈ കോമ്പോസിറ്റെ അതൊരു പുതിയ ഫാമിലിയാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഗ്രാമിന ഇല്ലെങ്കിൽ പൊയേസിയ എന്ന് പറഞ്ഞൊരു ഫാമിലി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുല്ലിൻ്റെയൊക്കെ ഫാമിലി പൊയേസിയ. അതിൻ്റെ ഈ കോമ്പോസിറ്റിക്ക് വേറൊരു പേരുണ്ട് കേട്ടോ, അസ്റ്ററേസിയ എന്ന് വേറൊരു പേരുണ്ട് കേട്ടോ. അസ്റ്ററേസിയ എന്ന് വേറൊരു പേരുടെ ഉണ്ട്. അപ്പോൾ ഈ 3 ഫാമിലീസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ക്രൂസിഫെറ, ലെഗുമിനോസിയെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സൊളാനേസിയെ, ഇതിൻ്റെയൊക്കെ നമ്മുടെ ആ ഒരു ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രാമും പഠിക്കില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യവും എക്സ്ട്രാ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊന്നും പുറത്ത് നിന്നും എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്കിവിടെ ഉടനെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും, റെഡിയാകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വറീസും കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രാം പഠിക്കുക. ഇനി അതെങ്ങനെയാണ് ആ ഫ്ലോറൽ ഫോർമുല, എങ്ങനെയാണ് ആ ഫ്ലോറൽ ഡയഗ്രാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 3 ഫാമിലീസിൻ്റെയും മാൽവേസിയെ, കോമ്പോസിറ്റിയെ, ഗ്രാമിനെ, ഓക്കെ, ലെഗുമിനോസിൻ്റെയും ക്രൂസിഫെറസിൻ്റെ ഒക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഫാമിലീസിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ഈ ഒരു വീക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ റേസിൻ്റെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്തോളുക, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഉടൻ തന്നെ എൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.